മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രഹ്മപുരം കത്തിക്കഴിഞ്ഞു. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുപോലൊരു സോഫയിലിരുന്നാണ് പറഞ്ഞത്. വെല്ലുവിളികളുണ്ടാവും ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ. അത് മറികടക്കുന്നതിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിജയം എന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ട് ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റൊക്കെ നിങ്ങളൊപ്പം ഉണ്ട്. ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളായിരിക്കണം ലീഡർ. അപ്പം അത് എന്നെ ശരിക്കും സ്വാധീനിച്ചൊരു വാചകമായിരുന്നു. കൊച്ചി സമതലത്തിലാണ് ഒരു മണിക്കൂർ ശക്തിയായി നിന്ന് ഒരു മിനി ക്ലൗഡ് ബേസ്റ്റ് പോലെ പെയ്താൽ ഒരു 2-3 മണിക്കൂർ വരത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ചില ലൈൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, MG റോഡിൻ്റെ ചില ഭാഗത്ത്, ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ചില സ്ഥലങ്ങളാണ്. ബാക്കിയുള്ളൊരു വലിയ കറ്റാസ്ട്രഫി നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ച നഗരം നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എന്ത് മാറ്റം ഉണ്ടായി? ഇതെല്ലാം മാറ്റങ്ങളാണ്. ഒരു 70-ലേറെ പദ്ധതികൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളതിൻ്റെ വികസന സപ്ലിമെൻ്റ് അടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, കോർപ്പറേഷൻ സ്വന്തമായിട്ട് അടിച്ചിട്ട്. ഇനി അടുത്ത മേയർ, ഞാൻ 72 എണ്ണമായിട്ട് ഈ കൗൺസിൽ പോകുമ്പോൾ ഇനി ഒരു 85 എണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ സമ്മതിക്കും അടുത്ത മേയർ. നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉള്ളടക്കം കൊണ്ടും അവയുടെ പ്രവർത്തന രീതി കൊണ്ടും ഏറെ ശ്രദ്ധേയനായ കൊച്ചിയുടെ മേയർ M. അനിൽകുമാറാണ് ഇന്ന് ദേശാഭിമാനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പറയൂ. നിരവധിയായിട്ടുള്ള പദ്ധതികൾ കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും സമൃദ്ധിയാണ് പൊതുവെ ആൾക്കാർ എടുത്തു പറയുന്നൊരു പേര്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ 24 മണിക്കൂറും ഫുഡുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ തോന്നിയിട്ടുള്ളത്. കുടുംബശ്രീയുടെ ഒരു സേവനം, അതുപോലെ തന്നെ നമ്മൾ അവിടെ ക്യൂ നിൽക്കേണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു പില്ലറിൽ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഗൂഗിൾ പേ വഴി നമുക്ക് ബില്ലെടുക്കാം. വലിയ തിക്കും തിരക്കുമില്ല, ഇത്രയും ചെറിയ വിലയിൽ നല്ല ഗുണമേന്മയുള്ള ഭക്ഷണം ലഭിക്കുന്നു. എങ്ങനെയായിരുന്നു സമൃദ്ധിയുടെ തുടക്കം, അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു ആലോചന ആദ്യം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു? സമൃദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം, ഇത് LDFൻ്റെ മാനിഫെസ്റ്റോയിൽ ഇടം നേടിയ ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ നമ്മളന്ന് ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നുണ്ട്. ജനകീയ ഹോട്ടലിലെ ഭക്ഷണം കുറച്ചുകൂടി നന്നാക്കി നടത്തണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാനിത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യുന്നത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അദ്ദേഹം നേതൃത്വം കൊടുത്ത് ആരംഭിച്ച കുടുംബശ്രീ ഹോട്ടലുണ്ടായിരുന്നു ആലപ്പുഴയിൽ. ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ആളുകളെ വിട്ടു. ഒപ്പം നമ്മുടെ AC മൊയ്തീൻ സഖാവിൻ്റെ, അദ്ദേഹം അന്ന് മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന 2 ഹോട്ടലുകളും ചെന്ന് കാണാൻ ഇവിടെ SCMS ആണ് എന്നെ സഹായിക്കുന്നത്. അവരെ വിട്ടു. ഇപ്പോൾ രണ്ടും കണ്ടിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ നല്ലത് ഈ കുന്നുംകുളമാണ്. അങ്ങനെയാണ് അവിടെ നിന്നുള്ള അവിടെ ഈ ഭക്ഷണമൊക്കെ വയ്ക്കുന്ന ഐഫ്രമിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. SCMS ഇവിടെ പൊടി പിടിച്ച് കിടന്ന് ഞങ്ങളുടെ ഒരു വേസ്റ്റ് ഷെഡ് പോലെ കിടന്നിരുന്ന ആ കെട്ടിടം മനോഹരമായി ഡിസൈൻ ചെയ്ത് നമ്മളതെല്ലാം കോർപ്പറേഷൻ ഫണ്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കിച്ചൺ ആക്സസറീസ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ CSRലേക്ക് പോയത്. CSRൽ നിന്നും കുറച്ച് പണം വാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോഴാണ് കേരള കൗമുദിയുടെ പത്രക്കാരി ആയിട്ടുള്ള പ്രസന്ന അവർ എന്നോട് പറയുന്നത്, മേയർ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് 10 രൂപയാണ്. ഞാനപ്പോൾ ഓർക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റോ എത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് കാര്യവും കൂടി ഉണ്ട് ഇതിൽ. അങ്ങനെയാണ് അദ്ദേഹം 10 രൂപയാക്കി. അപ്പോൾ ബാക്കി വരുന്ന കാശ് ഞാൻ പലതരത്തിലെ ആളുകളിൽ നിന്ന് സംഭാവന വാങ്ങിച്ച് 1 കൊല്ലം ഓടി. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ആശയത്തിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടാണ് സമൃദ്ധിയിൽ ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇത് കേവലമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന വിശപ്പ് രഹിത പദ്ധതി മാത്രമല്ല, 200-ലേറെ പേർക്ക് ജോലി, ആ സ്ഥലത്തിൻ്റെ ആംബിയൻസ്, അതുപോലെ അതിൻ്റെ നീറ്റ്നെസ്, കിച്ചണിൻ്റെ മറ്റു കാര്യങ്ങൾ, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും അവസാനം 24 മണിക്കൂർ കഴിക്കുന്ന സ്ഥലമായി മാറിയത്, GCDയിലേക്ക് ഇത് വ്യാപിച്ചത്, റെയിൽവേയിലേക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത്, ഷിപ്പ്യാർഡ് ക്യാൻറ്റീൻ ഏറ്റെടുത്തത്, അങ്ങനെ സമൃദ്ധി പടർന്ന് പന്തലിച്ചു എന്ന് പറയുന്നതാണ്. കുടുംബശ്രീക്കാണ് അതിൻ്റെ ചുമതല. കുടുംബശ്രീക്കാണ്. ഞങ്ങളിപ്പോൾ അതിൽ ഇടപെടുന്നേ ഇല്ല. അതിലൊരു ക്രോസ് സബ്സിഡി ആയിട്ടാണ് അവരിപ്പോൾ നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം അവർ ബാക്കിയുള്ള ഭക്ഷണം വിറ്റ് കിട്ടുന്ന പണം അവർ ലാഭം എടുക്കുന്നില്ല. എല്ലാവരും തമ്മിൽ പൈസ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് മാന്യമായൊരു ശമ്പളം കിട്ടുന്നു, ആരും ലാഭം എടുക്കുന്നില്ല. നമ്മൾ കോപ്പറേറ്റീവിൻ്റെ മറ്റൊരു രൂപമാണ് കുടുംബശ്രീയുടെ അങ്ങനെയുള്ളൊരു സംരംഭമായി അത് മാറി. അവിടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ കുടുംബശ്രീ ആരംഭിച്ചു. അങ്ങനെ അത് കേരളത്തിൻ്റെ ഒരു മോഡലായി മാറി. ഇപ്പോൾ നമ്മൾ സമൃദ്ധി പറയുമ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണല്ലോ ഷീ ലോഡ്ജ് നിലനിൽക്കുന്നത്. ഇപ്പം രാത്രിയിലേക്ക് പട്ടണത്തിലെത്തുന്ന നിരവധി ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിയിലെത്തുന്ന സ്ത്രീകൾക്ക് തങ്ങാനായിട്ടുള്ളൊരിടം. എങ്ങനെയാണ് ഷീ ലോഡ്ജ് എന്ന പദ്ധതിയിലേക്ക് നമ്മളെത്തുന്നത്? ഇതും നിങ്ങൾ എൻ്റെ ഏത് പദ്ധതിയും എല്ലാവരും ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ മേയറുടെ ഒരു ഭാവന എന്നൊക്കെ കുറച്ചൊക്കെ ഭാവന ഉണ്ടാവും. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റോയാണ്.
മറ്റുള്ളവരൊക്കെ മാനിഫെസ്റ്റോ എടുത്ത് ഭരണത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളെ മാനിഫെസ്റ്റോ ഞാൻ ഓരോ കൊല്ലം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും മാനിഫെസ്റ്റോ എടുത്ത് വായിക്കും. എന്നിട്ട് അത് ഡെപ്യൂട്ടി മേയറോട് സംസാരിച്ചിട്ട് അതെല്ലാം ഉൾപ്പെടുത്തും. പിന്നെ ഉൾപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കില്ല, ആ ഒരു കൊല്ലം മുഴുവൻ ഇത് നടപ്പിലാക്കാൻ തോന്നുന്നു. അപ്പോൾ ഷീ ലോഡ്ജും നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഇടം നേടിയ ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞതുപോലെ മനോഹരമായി നടപ്പിലാക്കി, അതും ലാഭത്തിലാണ്, അതും പൊടി പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ്, ഭംഗിയായി നടക്കുന്നു. ഈ ബ്രഹ്മപുരത്തിൻ്റെ മാറ്റം ലോകം ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ അന്ന് എം പി രാജ് മിനിസ്റ്റർ വന്ന് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രഹ്മപുരത്തിൻ്റെ ഈ ഒരു മാറ്റം ഉണ്ടായത്? എത്ര കാലാവധി അതിനുവേണ്ടി എടുത്തു? ബ്രഹ്മപുരം വലിയ ചലഞ്ചായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ 2 മന്ത്രിമാരുടെ പിന്തുണ, പ്രത്യേകിച്ച് തദ്ദേശ മന്ത്രിയുടെ പിന്തുണയുണ്ട്, അവരുടെ തദ്ദേശ വകുപ്പിൻ്റെ പരിപൂർണമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്. ശ്രീമതി ശാരദാ മുരളീധരൻ്റെ പേര് അതിൽ പ്രസക്തമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ അവരുടെ മേൽനോട്ടം, അവരുടെ സഹായം, ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ബാബു വെബ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു സിവിൽ സർവൻറ്റിൻ്റെ കഠിനാധ്വാനം, എൻ്റെ നേതൃത്വം, മുഖ്യമന്ത്രിയുടെ പിന്തുണ. കാരണം മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ബ്രഹ്മപുരം കത്തിക്കഴിഞ്ഞ്, അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇതുപോലൊരു സോഫയിലിരുന്നാണ് പറഞ്ഞത്. വെല്ലുവിളികളുണ്ടാവും ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ. അത് മറികടക്കുന്നതിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിജയം എന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ട് ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളായിരിക്കണം ലീഡർ. അപ്പം അത് എന്നെ ശരിക്കും സ്വാധീനിച്ചൊരു വാചകമായിരുന്നു. അത് തന്നെയാണ് അത് മാറ്റിയത്. കാരണം അതിൽ മാത്രമല്ല, എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് കോടിയേരി വേർപ്പെട്ടതിന് ശേഷം, ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിൽ കോടിയേരി എന്നോട് രോഗമുള്ള സമയത്ത് തന്നെ ഞങ്ങളൊരു ജില്ലാ സമ്മേളനത്തിന് ഇതേപോലൊരു സോഫയിൽ അദ്ദേഹം ഇരുന്ന് എന്നെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അനിൽ ബ്രഹ്മപുരം ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് ഈ കത്ത് പിടിക്കുന്നതിന് മുമ്പാണ്. അത് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും അനിൽ ചെയ്യേണ്ടെന്നാണ്. ഇപ്പോൾ കോടിയേരിയുടെ വാക്ക് ഞാനൊരു സത്യം പറഞ്ഞ ഒരു വളരെ എനിക്ക് ഏറ്റവും ബഹുമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിൽക്കുമ്പോൾ നമ്മളാ ബ്രഹ്മപുരത്തിൻ്റെ മുഴുവൻ ചേഞ്ച് ഓവർ വന്നു. കാരണം അവിടെ നമ്മൾ ആദ്യമായിട്ട് BSF ആ ആശയം കൊണ്ടുവരുന്നത് ഈ ബാബു അബ്ദുൽ ഖാദർ, അത് മലപ്പുറത്തുള്ള ഫാപ്കോൺ ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നന്നായിട്ട് കൊല്ലത്ത് ബയോമൈൻ ചെയ്ത കമ്പനി 2 പേർക്കും കൊടുത്തു 50 ടൺസ് വെച്ച്. ഞങ്ങളത് നന്നായിട്ട് മോണിറ്റർ ചെയ്തു. അതിപ്പോൾ വിജയകരമായ ഒരു കാര്യമായി. അതിൻ്റെ വളം ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് വലിയ വാർത്തയായി. ബയോമൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചലഞ്ചാണ്. ഞാനതിൻ്റെ റിവ്യൂ മുഴുവൻ അത് സൂപ്പർവൈസ് ചെയ്യാൻ നീരി എന്ന് പറയുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഏജൻസി തന്നെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ പറയുക CPM-കാർ ഇതിൻ്റെ പൈസയെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അതിനൊരു സുതാര്യത വന്നു. അതിൽ എല്ലാ സന്ദർഭത്തിലും വോട്ടെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അവരെപ്പോഴും അതിൽ വിയോജനം പറയും. പക്ഷെ ഞാനതിൽ ഉറച്ചു നിന്നു. കാരണം എനിക്ക് വിശ്വാസം വരുന്ന കമ്പനിയെ ചെയ്യുന്നു. അവർ ചെയ്തു. അവർ മുഴുവൻ സാധനങ്ങളും മാറ്റും. നമ്മളവർക്ക് പണം കൊടുക്കാൻ വരുന്ന ഒരു താമസത്തിൻ്റെ ഭാഗമായി 1-2 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് ഒഴിച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറയുന്ന ശ്രീ MP രാജേഷ് ക്രിക്കറ്റ് കളിച്ചപ്പോൾ കേരളം കണ്ടത്. മാത്രമല്ല, ഞാൻ അവിടെ ഒരു കാര്യം കൂടി ചെയ്തു, അവിടെ രാമച്ചം നട്ടു. കാരണം മണ്ണിന് പ്യൂരിറ്റി ഇല്ല. ഒരുപാട് 10 കൊല്ലത്തെ വേസ്റ്റ് അവിടെ കിടക്കുകയായിരുന്നല്ലോ. 10 ഇപ്പം ഞങ്ങളുടെ കാലം കൂടി കൂട്ടി ഒരു 10-13 കൊല്ലത്തെ വേസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അത് നിരവധി വട്ടം കത്തുപിടിച്ചിട്ടുണ്ട്. നമ്മൾ പറയണ പോലെ ഒരു തവണയല്ല, നിരവധി വട്ടം. ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലിരുന്ന 3 ദിവസവും കത്തി. സൗമിനി ഞാൻ ഇരിക്കുമ്പോൾ ഒരു 7 ദിവസവും മറ്റു കത്തി. നമ്മളിരിക്കുമ്പോൾ അതിനേക്കാൾ പിന്നെയും 3-4 ദിവസം കൂടുതൽ കത്തി. അപ്പോഴാണ് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യാനാണ് രാമച്ചം. അതാണ് ആ പച്ചപ്പ് കാണുന്നത്. അപ്പം നമ്മൾ ബയോമൈൻ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം രാമച്ചം നട്ടു. അതാണ് പൂക്കൾ തിരിച്ചു വന്നത്. വെള്ളപ്പൊക്കത്തോടൊപ്പം പലപ്പോഴും ചേർത്ത് പറഞ്ഞിരുന്നൊരു പേരാണല്ലോ കൊച്ചിയുടേത്. വ്യക്തിപരമായ അനുഭവം 2019 സമയത്തൊക്കെ തേവര ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. ഇപ്പം വെള്ളം ഈ പറഞ്ഞ പോലെ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുക, ചെറിയ മഴയിൽ വെള്ളം പൊങ്ങുക, ഡ്രെയിനേജ് സംവിധാനം ആകെ തകരാറിലാകുക. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരിതം നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു കാലാവധിയിൽ കൊച്ചിയിൽ താമസിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ അന്ന് പെയ്തതിനെക്കാട്ടിലും കൂടുതൽ മഴ പെയ്തിട്ട് പോലും ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെട്ടതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലെത്തിയത്? നിങ്ങളിവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനും തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പക്ഷേ പൂർണ്ണമായിട്ടല്ല മാറ്റിയത്. പക്ഷേ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രീ NSK ഉമേഷ്, അതിനു മുമ്പ് നമ്മുടെ സുഹാസ് IAS, ഞങ്ങളുടെ ഒരു കോർഡിനേഷൻ ഭയങ്കര വരും. അതാണ് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ കോർഡിനേഷൻ. ഞാൻ വന്നതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആദ്യം വന്ന മാറ്റം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കോർഡിനേഷനാണ്. അദ്ദേഹം തന്നെ സന്തോഷപൂർവ്വം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കളക്ടർ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു മഴ പെയ്യുമ്പോൾ
2-3 കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ പെട്ടെന്ന് അലർട്ടാവും. ഈവൻ നമ്മുടെ ഫയർ, നിങ്ങൾ ഇതുവരെ ഫയർ എന്ന് പറഞ്ഞ് കേരളം കേട്ടിട്ടുള്ളത് കത്ത് പിടിക്കുമ്പോൾ മാത്രമോ, ഇതങ്ങനെയല്ല. മഴ പെയ്യുമ്പോഴാണ് ഫയർ ആക്ട് ചെയ്യണത്. ശ്രീ സുഹാസാണ് ആലപ്പുഴയിൽ നിന്നുള്ളൊരു വലിയ പമ്പ് വേണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പണ്ട് ചെയ്തതാണ്. അങ്ങനത്തെ ഒരുപാട് പമ്പുകൾ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ വെള്ളം വലിക്കാനുള്ള പമ്പുകൾ, പിന്നെ മോഡേൺ മെഷീനറികൾ, സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻസ്, എല്ലാ വർഷവും തരുന്ന OBT ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതൊന്നും കൊണ്ട് മാത്രം തീരില്ല. അതുകൊണ്ടാണ് കനാൽ റീജുവിനേഷൻ പദ്ധതി, ഇപ്പോൾ മുഖ്യമന്ത്രി ക്യാബിനറ്റ് അംഗീകരിച്ച കനാൽ റീജുവിനേഷൻ പദ്ധതി ഉണ്ട് 4000 കോടി രൂപയുടെ. അത് 5 കൊല്ലം കൊണ്ട് ചെയ്താൽ മതി. അടുത്ത 5 കൊല്ലം കൊണ്ട്, ഈ കൊല്ലം കൂടി എടുത്ത് 6 കൊല്ലം കൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത്. ഈ 6 കൊല്ലം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ കൊതുകും പോവും, വെള്ളക്കെട്ടും പോവും, നമുക്കൊരു വലിയ ആശ്വാസം വരും. പിന്നെ കൊച്ചി സമതലത്തിലാണ്. ഒരു മണിക്കൂർ ശക്തിയായി നിന്ന് ഒരു മിനി ക്ലൗഡ് ബേസ്റ്റ് പോലെ പെയ്താൽ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ചില ലോ ലൈങ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, MG റോഡിൻ്റെ ചില ഭാഗത്ത്, ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ചില സ്ഥലങ്ങളാണ്. ബാക്കിയുള്ളൊരു വലിയ കറ്റാസ്ട്രഫി നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേക്കുള്ള മൂവ്മെൻറ്റാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്നത്. അതിൽ വലിയ പ്രോഗ്രസ് ഉണ്ടായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൽ. അതൊന്നും ഹൈക്കോടതി 2 തവണ അഭിനന്ദിച്ചു, 2 ഘട്ടങ്ങളിലായി. പൊതുസമൂഹം അഭിനന്ദിച്ചു. അഭിനന്ദനം തന്നെ ഒരു പ്രശ്നം. അഭിനന്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊപ്പം ചേർന്ന് വരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ട് അകാരണമായ എതിർപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വസ്തുതാപരമായി നമ്മൾ വരുത്തിയ മാറ്റം ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെയും ക്രിയാത്മകമായും പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മാറ്റം. ഇപ്പം ഈ തുരുത്തി ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ നേരത്ത്, ഈ തുരുത്തി ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. ശരിക്കും ഇതിലൊരു യാഥാർത്ഥ്യം എന്താണ്? കോർപ്പറേഷൻ്റെ ഇടപെടൽ എത്രത്തോളമാണ് ഇതിൽ നടന്നിട്ടുള്ളത്? ഈ കോർപ്പറേഷൻ്റെ ഫണ്ട് ഒരു 6-7 കോടി രൂപയാണ് ചിലവഴിച്ചത്. അതിനേക്കാൾ കൂടുതൽ 10-40 കോടി സ്മാർട്ട് സിറ്റിയുടെ ഉണ്ട്. 40 കോടി സ്മാർട്ട് സിറ്റിയുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ 50% നമ്മളാണ്, സ്റ്റേറ്റും നമ്മളും കൂടി ചേർന്നതാണ്. ഇങ്ങനെയൊക്കെ കണക്കെടുക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. അത് ഒരു ടവറാണ്. അപ്പോൾ മറ്റേ ടവറും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്. അപ്പോൾ പഴയ ഫണ്ടാണ് ഇത്. നമ്മൾ ഫണ്ടുണ്ടായിട്ട് കാര്യമുണ്ട്, നടപ്പിലാക്കണ്ടേ? കേരളത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് പറയുക നിങ്ങൾ ഫണ്ട് ഉപയോഗിക്കാത്ത സംസ്ഥാനമാണെന്ന് പറയുക, ചെയ്തു തുടങ്ങുമ്പോൾ പറയുക നിങ്ങൾ ഞങ്ങളുടെ ഫണ്ടാണ്. ഇത് ആരെ ഞങ്ങൾ? ഞാനതൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും വ്യാപകമായി കൈയടിക്കണല്ലേ. ഫണ്ടെന്ന് പറയുന്നത് നികുതിദായകരുടെ ഫണ്ടാണ്. സെൻട്രൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ. അത് നടപ്പിലാക്കാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് എക്സിക്യൂട്ടീവിന്. അത് വളരെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അതിൽ വരുന്ന പെയിനുണ്ട്. നമ്മളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്ത്. ഇപ്പോൾ TK അഷ്റഫ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവല്ലേ. ഞാൻ പല കാര്യങ്ങളും അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിന് എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ലീഗും CPM തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന ശൈലി ഭയങ്കര വ്യത്യസ്തമാണ്. നിങ്ങൾ സങ്കല്പിക്കുന്നതിന് എല്ലാം കൊച്ചി നഗരത്തിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സഹകരിച്ച് പ്രവർത്തിച്ചെന്ന്. നമ്മളൊരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, അല്ലാതെ പൊതു തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു ഈ പറയുന്ന തുരുത്തി. അപ്പം അത് നമ്മുടെ നിരന്തരമായ റിവ്യൂവിൻ്റെയാണ്, അല്ലാതെ നടക്കില്ലല്ലോ. നിങ്ങൾ ഈ ഏത് പദ്ധതി എടുക്കുക, സമൃദ്ധി, ഷീ ലോഡ്ജ്, തുരുത്തി, ഈ ഓഫീസ്, ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഓഫീസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എറണാകുളം മാർക്കറ്റ് ഇല്ലേ, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, റോഡുകൾ, LED ലൈറ്റുകൾ, എവ്രിതിങ്. ഇതെല്ലാം നിരന്തരമായ കോർഡിനേഷൻ്റെയും ഏകോപനത്തിൻ്റെയും ഫോളോ അപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഭാഗമാണ്. ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കനകോലു കാലമുണ്ട്, ഉടനെ തന്നെ അതിനകത്ത് വന്നൊരു 10 പേര് നിങ്ങളത് ഇതിലെ KSRTC, ഈവൻ KSRTC നമ്മൾ തീരുമാനം എടുത്ത് ഇപ്പം മുന്നോട്ട് പോവാണ്. ആ വിമർശനത്തെയൊക്കെ നമ്മൾ നിഷ്കരണം തള്ളിക്കളയും. എൻ്റെ പ്രശ്നം എന്താ, നിങ്ങളെ ഏൽപ്പിച്ച നഗരം നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എന്ത് മാറ്റം ഉണ്ടായി? ഇതെല്ലാം മാറ്റങ്ങളാണ്. ഒരു 70-ലേറെ പദ്ധതികൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളതിൻ്റെ വികസന സപ്ലിമെൻ്റ് അടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, കോർപ്പറേഷൻ സ്വന്തമായിട്ട് അടിച്ചിട്ട്. ഇനി അടുത്ത മേയർ, ഞാൻ 72 എണ്ണമായിട്ട് ഈ കൗൺസിൽ പോകുമ്പോൾ ഇനി ഒരു 85 എണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ സമ്മതിക്കും അടുത്ത മേയർ. അതാണ് ആളുടെ ജോലി എന്ന് പറയുന്നത്. ആ ജോലിയാണ് നിർവഹിച്ചത്. അതിലെല്ലാവരെയും സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത വിധത്തിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഉദ്ഘാടനം നോക്കി, എൻ്റെ പ്രസംഗം നോക്കിക്കൂ, അവിടെ ഉണ്ടായ ആളുകൾ നോക്കി, UDFൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാവരും പങ്കെടുത്തില്ലേ. അത് നമ്മുടെ ക്ഷണിക്കലിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇല്ലേ. നമ്മൾ വളരെ മാന്യമായി പെരുമാറുന്നതിൻ്റെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഏതെങ്കിലും ഒരു മാധ്യമം കാണിക്കുന്നുണ്ടോ? ഈ ലിഫ്റ്റ് കയറിയപ്പോൾ അദ്ദേഹം നിരന്തരമായി ചോദിച്ചുകൊണ്ട്, ഞാൻ കൗൺസിലിൽ പറഞ്ഞു, ശ്രീമതി ഉമാ തോമസിനെയാണ്, അവരെവിടെ അവർക്ക് അവരിന്നാളല്ലേ വീണത്, നമ്മൾ മാത്രം ലിഫ്റ്റ് കയറിപ്പോയാൽ മതി.
അത് മുഖ്യമന്ത്രി കൂടി എന്നെ പഠിപ്പിച്ച്, എൻ്റെ പ്രസ്ഥാനം പഠിപ്പിച്ച, എൻ്റെ മുന്നണി എന്നെ പഠിപ്പിച്ച ജനാധിപത്യ ബോധവും. അതാണ് നിങ്ങൾ ഒറ്റ വാക്കിൽ എന്നോട് ഉത്തരം പറയാൻ ചോദിച്ചാൽ, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നെ പഠിപ്പിച്ച ജനാധിപത്യ ബോധമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും. എന്താ പറയുക, ഭൂരിപക്ഷമില്ലാതെ പലരും ഇപ്പോൾ പറയും മേയർ പുഞ്ചിരിയോടുകൂടി എല്ലാ പ്രതിസന്ധി. അത് ഒരു പുഞ്ചിരിക്കുന്നത് തന്നെ അകത്തുള്ള ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത്. നിലവിൽ എന്തെങ്കിലും പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ടുണ്ടോ പ്രധാനപ്പെട്ട? അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ശ്രീ എ റഹീം MP, അദ്ദേഹം എൻ്റെ ജൂനിയർ ആണ് DYFIയിൽ. അദ്ദേഹം പിന്നെ എൻ്റെ വലിയ ഇപ്പോൾ DYFIയുടെ ഓഗിലേൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം നമ്മുടെ ഒരു പാലം അദ്ദേഹം അതിന് അവസാനത്തെ ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA ആയിരുന്നപ്പോൾ കൊടുത്തതാണ്. ഈ പറഞ്ഞൊരു 20 കൊല്ലത്തെ ചരിത്രമുള്ള ഭാവനയാണ്. മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം അതിപ്പോൾ പൂർത്തീകരിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനമുണ്ട്. അതുകൂടാതെ അദ്ദേഹം കോക്കേഴ്സ് തിയേറ്ററിന് ഫണ്ട് തരാമെന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വരും. ഞങ്ങളൊരു മാതൃകാ സ്ട്രെച്ചായിട്ട് ഈ ഷൺമുഖം റോഡ് ഡെവലപ്പ് ചെയ്യാൻ പോകും. അതായത് സെൻറ്റ് തെരേസാസ് കോളേജ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ബത്തേരി മാതൃകയിൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി അതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ കോമ്പൗണ്ടിൽ പൂക്കളല്ല ചെടികളൊക്കെ നടും. ഞങ്ങളാണ് ചിലവ് വഹിക്കുന്നത്, സ്പോൺസർഷിപ്പ് ഒരു ആളെ കൊണ്ട് തന്നെ. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മൾ വരുമ്പോൾ ഷൺമുഖം റോഡ് മാറും. ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പ് ശ്രീ ഗണേഷ് കുമാർ മിനിസ്റ്റർ പങ്കെടുത്ത നമ്മുടെ KMTയുടെ മീറ്റിംഗ്, റീവാമ്പിംഗ് മീറ്റിങ്ങിൽ ഒരു തീരുമാനം അത് സൈലൻസ് സോൺ ആക്കാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുക. അവിടെയാണ് നമ്മുടെ സ്ട്രീറ്റ് വെൻഡിങ് ആദ്യമായിട്ട് നിയമപ്രകാരം മാറ്റാൻ പോണത്. അപ്പോൾ ആ ഒരു ഒറ്റ റോഡിൽ നമ്മൾ കൊച്ചിയെ മാതൃകയാക്കുമ്പോൾ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊച്ചി നാളെ ഇതേപോലെ ആകണം എന്നതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചില ചെറിയ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്.